ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ നമ്മൾ കുളത്തിലെ വെള്ളമൊക്കെ പറ്റിച്ചിട്ട് താമര നടാനുള്ള പുറപ്പാടിലാണ്. അപ്പം നമ്മൾ ആദ്യം വെള്ളമൊക്കെ ഇങ്ങനെ കളയുക. ഇവിടെയൊക്കെ കഴുകുകയും ചെയ്യാം, അപ്പം വൃത്തിയാകുമല്ലോ എന്ന് കണ്ടാണ്. ഇതൊക്കെയാണ് നടാൻ പോകുന്നത്. ആമ്പലല്ല, താമരയാണ്. ഉണ്ടോ താമര? നമുക്ക് 3 കളറുണ്ട് ഇപ്പം. 3 അല്ല 4 കളർ. അപ്പോൾ ഇനി ഈ വെള്ളം എപ്പം പറ്റിച്ച് തീരുമെന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് മഴയും വരുമെന്നാണ് തോന്നുന്നത്. മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. വേഗം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വെള്ളമൊക്കെ കുറച്ച് പറ്റിച്ച് ഇത്രയുമായി. വെള്ളം അതിലോട്ട് വീട് പോട്ട് സാരമില്ല. കുറച്ച് വീടുണ്ട് ഇവിടെ ഒഴിക്കുന്നേ. അടിയൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടാ അവർക്കും ചെറിയ കുളമാണ്, പക്ഷെ അടി കണ്ടോ, അടിയിൽ മുട്ടി. ഇവിടൊക്കെ മഴ വീഴാത്ത ഇതാണ്, അതുകൊണ്ട് ഇങ്ങനെ വെളുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുളത്തിൻ്റെ അടിവശം കണ്ടോ, ഇങ്ങനെ നമ്മൾ കുളം പറ്റിച്ചെടുത്തു. വലിയ കുളമാണ് കണ്ടോ, താമരക്കുളമാണ്. ഈ താമരക്കുളത്തിൽ ഇടാനുള്ള മണ്ണ് വാരുകയാണ്. ഇത് ആദ്യമേ കുളം പറ്റിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് മുതലാണ് ഞങ്ങളിത് കാണിക്കുന്നത്. അപ്പം അതിലേക്കുള്ള കുറച്ച് മണ്ണാണ്. അഴുക്കൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഉറുമ്പുണ്ടെന്ന് തോന്നുന്നു, ഇപ്പം ഫുള്ള് ഉറുമ്പ. മഴ കാരണം വെള്ളം കണ്ടോ, ഭയങ്കര വെള്ളമാണ്. ചാണകപ്പൊടി ഇവിടെ ഈ കുളത്തിൽ കണ്ടോ ഇച്ചിരി ഉള്ളു വെള്ളം. ആദ്യം നമ്മൾ ചാണകപ്പൊടി
ഇങ്ങനെ വിതറും. ഇതൊക്കെ കല്ലാണ്. കല്ലൊന്നും കാണില്ല. പിന്നെ ഇതൊക്കെ എല്ലാം മണ്ണ ഇതല്ല, ഇവിടെ ചാണകമൊന്നുമില്ല. ഇത് ചാണകപ്പൊടി നമ്മൾ വിതറുകയാണ് ആ സൈഡിലൂടെ. ഇതാണ് ഇറങ്ങാൻ പറ്റിയിരുന്നു. ഇറങ്ങാതെ പറ്റും. വലിയ കുളമുണ്ട് കൂടുതലിടുന്നത്. അടുത്തത് എല്ലുപൊടിയാണേ. എല്ലുപൊടി ഇത് വലിയ കുളമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഇടുന്നത്. എല്ലാവരും ഈ ചെറിയ ബേസിണി നടുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. അടുത്തത് വേപ്പിൻ പിണ്ണാക്കാണേ. കുറവാണ്. ആദ്യം ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അരിഞ്ഞങ്ങ് ചേർന്നോളും. കട്ടയായാലും വെള്ളമല്ലേ, വെള്ളത്തിൽ കിടന്നങ്ങ് അരിഞ്ഞ്. ഇത് കട്ടയാണേലും വെള്ളത്തിൽ കിടന്നങ്ങ് അലിഞ്ഞ് ചേർന്നോളും. നല്ല വേപ്പും പിണ്ണാക്ക് വിപണിയിൽ നിന്ന് മേടിച്ചതാണ്. അതല്ല ഇത്രയും കട്ട കണ്ടോ, നല്ല സുന്ദര വേപ്പും പിണ്ണാക്ക് കണ്ടോ. ഇതാണ് നല്ല വേപ്പും പിണ്ണാക്കെന്ന് പറയുന്നത്. മതി, അത് ഇത്രയും ഒത്തിരിയുണ്ട്, ആവശ്യത്തിനുണ്ട്. അടുത്തത് മണ്ണാണ് ഇടുന്നത്. മണ്ണ് ഈ സൈഡിൽ അവിടെ ഇനി ഇടണം. ഇതിനിത്ര പ്രദേശം പിടിക്കുന്നു. ചൂലെടുത്തോണ്ട് വരണം. ഇത് മണ്ണാണ് എടുക്കാൻ. ഉണ്ടോ, മണ്ണ് ഇനിയും വേണ്ടി വരും. വേണ്ടിയത് നല്ല ഒത്തിരി വേണം. മണ്ണൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു. അപ്പോൾ തൽക്കാലം ഞങ്ങളിത് ടാർപ്പൊക്കെ ഇട്ട് മൂടി വെക്കുകയാണ്. വെള്ളം വീണ് ഒത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളം ഇട്ടിട്ട് വെള്ളം കോരി കളയാനൊക്കത്തില്ലല്ലോ. നടാൻ വേണ്ടിയാണ്. ഇതിലെ ഇറങ്ങി ഇത് ഈ മണ്ണൊക്കെ നമ്മൾ നികത്തണം. അങ്ങനെ എല്ലാ സൈഡിലും ഇങ്ങനെ സൈഡിലോട്ട് കൊണ്ട് അത് നല്ലപോലെ നിരപ്പാക്കണം. ഇനി ആമ്പൽ വെക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെളിമണ്ണ് വേണം. അപ്പോൾ അത് എടുക്കുകയാണ് ഞങ്ങൾ. ആണോ? അപ്പോൾ ഞങ്ങളുടെ ഈ കണ്ടത്തിലെ ഇതിൽ നിന്ന് ചെളിമണ്ണ് എടുക്കുകയാണ്. താഴെ നല്ല അമ്മ എടുക്കണ്ട. ഒത്തിരി വെള്ളമാണ്. ഇതൊരു ചള്ള പോലെ ഇരിക്കുന്നതാണ്. തോട്ടിലെ വെള്ളം നല്ല ഭാരമായിരിക്കും. ഇവിടെ നമുക്കിങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് വേണേൽ കുറച്ചിടാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കണ്ടത്തിൽ നിന്ന് ചള്ള കോരിക്കൊണ്ട് പോവുകയാണ്. ഇതൊരു ലോങ് പ്രോസസ്സാണ് ഫ്രണ്ട്സ്. വിചാരിക്കുന്ന പോലല്ല. എല്ലാ പണികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതുണ്ടോ, ഞാൻ ചെറിയൊരിതിൽ, അമ്മ വലിയൊരു തൊട്ടിയില്ല. ഇങ്ങനെ പോവുകയാണ്.
അങ്ങനെ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഇന്നലത്തെ കുളം. അങ്ങനെ 2 തൊട്ടി ഇട്ടിട്ടുണ്ട്. ഇനിയും കുറേ കൂടെ വേണം. ഇനി നമ്മൾ താമര നടാൻ പോകാനുള്ള അതിന് വേണ്ടിയല്ല, ഈ ചള്ളമണ്ണൊക്കെ സൈഡിലോട്ട് വെച്ച് സെറ്റാക്കുകയാണ്. ഇതേപോലെ സെറ്റാക്കണം. ഇത് നടുന്നതൊക്കെ സൈഡിലല്ലേ അമ്മേ? സൈഡിലാണ് നമ്മൾ താമര നടുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് സൈഡിലെല്ലാം നമ്മൾ നല്ലപോലെ സെറ്റാക്കി ഈ ചള്ളമണ്ണ് അമർത്തി അമർത്തി വെക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതാണ്, ചള്ള ഇളകാതിരിക്കാനാണ് അമർത്തി അമർത്തി വെക്കുന്നത്. വെള്ളം ഒഴിക്കുമല്ലോ നമ്മൾ ഈ താമര നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് ചള്ള ഇതൊന്നും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ മൂടുമൊക്കെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചള്ളമണ്ണ് അമർത്തി അമർത്തി വെക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ മൂട് നടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം ഈ താമരയുടെ മൂടാണ് നടുന്നത്. ഇത് 2 കൈ കൊണ്ടും നമ്മൾ ഈ ചള്ള മണ്ണ് ഇളക്കി വേണം അതിൻ്റെ മൂട് പോകാതെ എടുക്കാൻ. കണ്ടോ, അത് ചള്ള മണ്ണിൽ അതാ നല്ലപോലെ വേരോടിയ ഒരു താമരച്ചെടിയാണ്. അതാണ് ഇത്രയും പാടെടുക്കാൻ. കണ്ടോ അത് ഇളകി വരുന്നുണ്ട്. ഇതങ്ങനെ ഒരെണ്ണം നട്ടിട്ടുണ്ട്. മണ്ണില്ലാത്തിടത്തൊക്കെ ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു താമരച്ചെടി നട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരു താമരച്ചെടി നട്ടിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തേതും അമ്മ എടുത്ത് നട്ടു.
3 കളറ് താമരച്ചെടി നട്ടിട്ടുണ്ട്. നാലാമത്തെ കളറാണ് വെക്കുന്നത്. ഇത് കിളിക്കോ ഇല്ലയോന്ന് അറിയത്തില്ല. ചെറിയൊരു മൂടാണ്, അത് എടുത്തപ്പം ചെറുതായിട്ട് ഒടിഞ്ഞു പോയി. അങ്ങനെ നമ്മുടെ താമരച്ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കുളത്തിൽ. ഫോഴ്സ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ടൈല് വെച്ചിട്ടുണ്ട്. ആ ടൈലിൻ്റെ മേളിൽ കൂടെ അല്ലെങ്കിൽ അത് കലങ്ങും. അത് ഇപ്പം ചള്ളയെല്ലാം കൂടെ ഇതാക്കിയതല്ലേ. കണ്ടോ? ഇങ്ങനെ നമ്മുടെ താമരച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ചെറിയ ബ്ലോഗ് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.